എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു KFC ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുമന്നുള്ളി, ഇത്രയും ചുമന്നുള്ളി, ഇത്രയും വെളുത്തുള്ളി, ഇത് രണ്ടും പേസ്റ്റ് എടുക്കാണ്. 1 കിലോ ചിക്കനാണ് കേട്ടോ KFCക്ക് വേണ്ടി എടുത്തേക്കണേ. ഇത്രയും ചിക്കനാണ്, അത് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തേണേ. അതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യാൻ ഒരു പാത്രത്തിലേക്ക് മൈദ, 4 ടേബിൾ സ്പൂൺ മൈദ, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂണാണ്, ഒരു ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂണ് കുരുമുളക്, 1/4 ടീസ്പൂണ് മഞ്ഞൾ, മസാല 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പൊടിയിലേക്ക് ചിക്കൻ ഇട്ട് മിക്സ് ചെയ്യാം. പൊടി നന്നായിട്ട് ചിക്കനിൽ പിടിക്കാവുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പൊടി നന്നായിട്ട് ചിക്കനിൽ പിടിച്ചാലാണ് KFC നല്ല രീതിയിൽ കിട്ടുള്ളൂ. ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം, ഒഴിച്ചു കൊടുക്കണം. ചുമന്നുള്ളി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ് ഇട്ട് കൊടുക്കാൻ. കഴിഞ്ഞ് നീരാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാൻ. ഇനി എല്ലാം കൂടി നല്ലോണം ഇറച്ചിയുമേ തിരുമ്മി പിടിപ്പിക്കാം. ഇത് നന്നായിട്ട് തിരുമ്മിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. KFC ഉണ്ടാക്കാനായത് കുറച്ച് സമയമായി വെച്ചേക്കണം. അത് നമുക്കിനി ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഞാൻ ഒരു ചെറിയ പാൻ വെച്ചേക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇത് ഓട്സാണ്, ഓട്സിൽ മുക്കിയിട്ടാണ് പൊരിക്കണത്. ഓട്സിൽ ഓരോ പീസ് എടുത്ത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പൊതിഞ്ഞെടുക്കുന്നത് നല്ലതാണ് കേട്ടോ, കൂടുതൽ ക്രിസ്പി ആയിട്ട്. ഇതൊന്ന് ഒരു വശം മുരിഞ്ഞിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തീ കുറവിലിട്ട് സാവധാനം വേവിക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വേവ് വരില്ല. തീ കുറവിലിട്ട്, ഏറ്റവും കുറവിലിട്ടിട്ട് വേവിച്ചെടുക്കണം. KFC വെന്തിട്ടുണ്ട് കേട്ടോ. മുരിഞ്ഞിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. എടുക്കാനത് പോയി. KFC റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കണവരുണ്ട് കേട്ടോ. എന്നാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, എളുപ്പമാണ്. എത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഉണ്ടാക്കാനായിട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്.